Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രെയിം ഫ്രീസ് എഫക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വാ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട സംഭവമാണ് ഫ്രീസ് ഫ്രെയിം എഫക്റ്റ് അല്ലെങ്കിൽ ഫ്രെയിം ഫ്രീസ് എഫക്റ്റ് എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് കാണാതെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം ഫ്രെയിം ഇങ്ങനെ ഫ്രീസ് ആയിരിക്കും, ഒരു സ്റ്റെക്കായി നിൽക്കും, എന്നിട്ട് ബാക്കിയുടെ കാര്യം പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു സംഭവമാണ് ഫ്രെയിം ഫ്രീസ് എഫക്റ്റ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് VN വീഡിയോ ഇട്ടുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കൈൻമാസ്റ്ററിനകത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ കൈൻമാസ്റ്ററിനകത്ത് ഇപ്പോൾ കുറേ ഐഫോൺ യൂസേഴ്സ് കൂടുന്നുണ്ട്. സോ ഐഫോണിൽ നമ്മൾ ഈ ഒരു കൈൻമാസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ പെയ്ഡ് ആപ്പാണിത്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡാണ് ക്രാക്കഡ് യൂസ് ചെയ്യാം, പക്ഷേ ഐഫോണിൽ ക്രാക്കഡ് യൂസ് ചെയ്തുകൂടാ. സോ നമുക്ക് VN വീഡിയോ എന്ന് പറയുന്നത് ഐഫോണിൻ്റെ ഏകദേശം കൈൻമാസ്റ്ററിൻ്റെ അതേ ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ആപ്പാണ്, നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. സോ ഐഫോൺ യൂസേഴ്സ് കൂടുതൽ അതാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും VN-നകത്താണ് നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും ഞാൻ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ എഡിറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചെയ്ത പോലെ ആ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് കളിക്കുന്ന പോലെ അങ്ങനെ ഷൂട്ട് ചെയ്യാം. അത് നിങ്ങൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ്, നിങ്ങൾക്ക് എവിടെയാണ് ഈ എഫക്റ്റ് കൊണ്ടുവരുന്നത് അങ്ങനെ നിങ്ങൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ സ്റ്റെപ്പ് എന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഭാഗത്താണെങ്കിൽ ഫോട്ടോ ഫ്രീസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൂടി കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഫോട്ടോ ആ ഒരു ഫ്രീസ് എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ ഈ ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഇപ്പോൾ എനിക്കിപ്പോൾ വേറെ വേണ്ടതെന്ന് വെച്ചാൽ ഈ തുള്ളുന്ന സമയത്താണ്, അപ്പോൾ എവിടെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ 3 സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 സ്ഥലത്താണ് എനിക്ക് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 സ്ഥലത്താണ് ഫ്രീസ് ആകുന്നത്. സോ അങ്ങനെ ആ 3 എവിടെയാണ് ഫ്രീസ് വേണ്ടത് അവിടെ ആ 3 സ്ഥലത്തും നിങ്ങൾ പൗസ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ക്രോം ബ്രൗസർ, ഐഫോണിൽ ക്രോം ബ്രൗസർ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് ബ്രൗസർ ആയാലും ഇല്ല, സഫാരി ആയാലും ഇല്ല, അതിനകത്ത് നിങ്ങൾ remove.bg നിങ്ങൾ സെർച്ച് ചെയ്യാം, remove.bg. അപ്പോൾ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റ് പോകും. അപ്പോൾ ഈ വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ഇമേജ് എന്നാണ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫോട്ടോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഏതൊക്കെ ഫോട്ടോസാണ് സ്ക്രീൻഷോട്ട് എടുത്തത് ആ ഫോട്ടോസ് ഓരോന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വരും. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ടോ. എന്നിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഈ ഫോട്ടോസൊക്കെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ VN വീഡിയോ എഡിറ്റർ ഓപ്പൺ ആക്കാം. VN വീഡിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ആ എടുത്ത വീഡിയോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ടോ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരു ഫോട്ടോ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതൊക്കെ ഫോട്ടോസ് ഉണ്ടോ അതൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ആണ് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത ഫോട്ടോ. അതിനുശേഷം നിങ്ങൾ സൈഡിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഫിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഒരു കറക്റ്റ് ഫ്രീസ് ആ ഒരു ഫ്രെയിം വരുന്ന ഭാഗം എടുക്കുക. എന്നിട്ട് നിങ്ങൾ താഴെ സ്പ്ലിറ്റ് ഓപ്ഷൻ കാണാം. ആ സ്പ്ലിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ 2 എഫക്റ്റ് ഞാൻ ചെയ്തിട്ട്, ഒന്ന് നടന്ന് പോകുമ്പോൾ ആ എഫക്റ്റ് വരുന്നു, അതായത് ഞാൻ നടക്കുമ്പോൾ ആ ഫ്രീസായി വരുന്നു. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട ഇതാണ് രണ്ടാമത്തെ വീഡിയോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫ്രീസ് ചെയ്തിട്ടുണ്ട്, ഞാൻ നടന്നു പോകുമ്പോൾ ആ എഫക്റ്റ് അങ്ങ് പോകുന്നു, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഫ്രീസ് ചെയ്തിട്ടാണ് വേണ്ടെങ്കിൽ ഈ ആദ്യത്തെ വീഡിയോ ഇങ്ങനെ മൊത്തത്തിലായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവസാനത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രീസ് ചെയ്തിട്ടുണ്ടാവും, ആ വീഡിയോ വരുമ്പോൾ അങ്ങ് പോകും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ ആ ഫ്രീസ് വരേണ്ടത് അവിടെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫസ്റ്റത്തെ ഭാഗം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ വരുമ്പോൾ ഫ്രീസ് ആവും. സോ ഇതുപോലെ നിങ്ങൾക്ക് തലയിൽ ചെറിയ പോസ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഇതാണ് ഈ എഫക്റ്റ്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ ജസ്റ്റ് ഗ്ലിച്ച് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, കാരണം ബാറ്ററി ലോ ആണ്, അതുകൊണ്ടാണ്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു കിടലം വീഡിയോ വരുന്നതായിരിക്കും. ബൈ.